ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പണ്ഡിതന്മാരെ വാർത്തെടുത്തത് അവരുടെ ഉമ്മയായിരുന്നു എന്നത് ഒരു വസ്തുതയാണ്. ഇമാം ബുഖാരി റഹ്മഹുല്ല, ഇമാം ഇബ്നു ബാസ് റഹ്മഹുല്ലയെ പോലും അദ്ദേഹത്തെ ആ രൂപത്തിൽ വളർത്തിക്കൊണ്ടുവന്നത് അദ്ദേഹത്തിന്റെ ഉമ്മയായിരുന്നു എന്ന. ഇബ്നു ബാസ് റഹ്മഹുല്ല കാഴ്ച പരിമിതിയുള്ള ഒരു പണ്ഡിതനായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ ചരിത്ര ഗ്രന്ഥം രേഖപ്പെടുത്തുന്നത് അദ്ദേഹത്തിന്റെ ഉമ്മയുടെ സഹോദരി പറയുന്നുണ്ട്, എങ്ങനെയാണ് ഈ പറയുന്ന കുട്ടിയെ നമ്മൾ വളർത്തിക്കൊണ്ടുവരിക, എത്ര തന്നെ വലുതായാലും ആരെങ്കിലും ഒരാൾ ഇവനെ സഹായിക്കാൻ ആവശ്യം വരൂലേ, ഇവനെ സഹായിക്കാൻ ആരെങ്കിലും ഒരാൾ ഇവന്റെ കൂടെ നടക്കേണ്ടി വരൂലേ എന്ന് പറഞ്ഞപ്പോൾ കാലങ്ങൾക്ക് ശേഷം ഇബ്നു ബാസ് റഹ്മഹുല്ല എന്ന് പറയുന്ന വ്യക്തി കാഴ്ച പരിമിതിയുള്ള ആ പണ്ഡിതനായിരുന്നു എല്ലാ ഉമ്മത്തിൻ്റെയും ഉൾക്കാഴ്ച കൊണ്ടുവന്ന വ്യക്തി എന്ന് നമുക്ക് തുറന്നു പറയാൻ സാധിക്കും. ആ ഇബ്നു ബാസ് റഹ്മഹുല്ല ചരിത്രത്തിലുടനീളം നമുക്ക് ഉറപ്പിച്ചും തറപ്പിച്ചും പറയാൻ പറ്റുന്ന വിഷയമാണ്. സലഫി ധാരയിൽ ഇത്രയും വലിയൊരു മാറ്റം സൃഷ്ടിക്കാൻ സാധിച്ചത് അദ്ദേഹത്തിലൂടെ ആയിരുന്നു എന്നാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉമ്മമാർക്ക് ഇത്തരം വിഷയത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കാൻ സാധിക്കും എന്നാണ് പറഞ്ഞു വരുന്നത്.